ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് തുറമാങ്ങൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് ഇൻട്രോ ഇട്ടിട്ട് വെറുപ്പിക്കില്ല. അപ്പം മാങ്ങ ഇതാ പുഴുങ്ങി എടുത്തു വെച്ചതാണ് കേട്ടോ. പുഴുങ്ങിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെള്ളത്തിൻ്റെ ഒന്നും പാടില്ല എടുത്തു വെച്ചതാണ്. ഇനി നമ്മളിത് മുറിച്ചിടണം കേട്ടോ. 2 ഭാഗമാക്കിയിട്ട് മുറിച്ച് വെക്കണം. എത്ര ദിവസം ഉണങ്ങേണ്ടി ഒരുമിച്ച്? 3 ദിവസം. വായിൽ നിറച്ച് മുറുക്കാനാണ് ഗൈസ്. അതാണ് സംസാരിക്കാൻ ഇത്ര പ്രശ്നം. വളരെ ബുദ്ധിമുട്ടാണ്. മുറിച്ച മാങ്ങ 2 ദിവസമെങ്കിലും ഒന്ന് വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഇത് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ വാട്ടിയെടുത്തതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നല്ല മഴയാണ്. അപ്പം നമുക്ക് ഇതേ നടക്കുള്ളൂ. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കണം. ഉലുവ വേണം, കടുക് വേണം. ഇതൊക്കെ നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കണം. ഉലുവ, കടുക്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, അതുപോലെ കുരുമുളക് പൊടി ചൂടാക്കിയാലും മതി. അതുപോലെ ഉപ്പ്, മുളക് പൊടി, ഇതൊക്കെ കംപ്ലീറ്റ് ഒക്കെ ചൂടാക്കണം കേട്ടോ. പിന്നെ നമ്മൾ പൊടിക്കേണ്ട സംഭവങ്ങളൊക്കെ പൊടിച്ചെടുക്കും വേണം. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ കടുക്, ഉലുവ, കുരുമുളക്, ചെറിയ ജീരകം ഇതൊക്കെ ചൂടാക്കി പൊടിക്കണം. പിന്നെ ഞാനിപ്പോൾ കുരുമുളകിൻ്റെ പൊടിയായിട്ട് എടുത്തിന്. അത് പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് അപ്പാടെടുത്തിട്ട് പൊടിച്ചെടുക്കാം. അതുപോലെ മുളക് പൊടിയും എന്താ പറയുക ഉപ്പും ചൂടാക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ചെമ്പട്ടിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചതും അല്ലാത്ത വറുത്തതൊക്കെ ഒരു ചെമ്പട്ടിയിലിട്ട് നമ്മളിത് മാങ്ങയിലേക്ക് നിറക്കുക. നമ്മൾ ഈ മസാല മാങ്ങേൻ്റെ അണ്ടിയുമിലും 2 സൈഡിലും മാങ്ങേൻ്റെ പൊളിയുമിലും നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഒരു മാങ്ങ സെറ്റ് ചെയ്യണ പോലെ പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിത് കെട്ടാൻ പറ്റും, നൂലുകൊണ്ട് കെട്ടാം, അല്ലെങ്കിൽ നമുക്ക് വാഴേൻ്റെ നാരില്ലേ അതുകൊണ്ട് കെട്ടി വെക്കാം. അതിൽ എങ്ങനെ ഓപ്ഷനില്ല, നമുക്ക് എങ്ങനെയെങ്കിലും കെട്ടി വെക്കാം. അല്ലാതെ ഇത് പ്രസ് ചെയ്ത് വെക്കണമെങ്കിൽ പ്രസ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് എടുത്ത് കഴിക്കുന്നതിൽ നല്ലത് 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് കുറവാണ്, ആകെ 10 മാങ്ങയുള്ളൂ. നമ്മൾ വേഗം എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൊല്ലം വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഈ കളറൊക്കെ മാറി കറുപ്പ് കളറായി വരും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മസാല എങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ സൈസ് മസാല വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അടച്ചുറപ്പുള്ള എന്തിലെങ്കിലും എടുത്ത് വെക്കണം. ഭരണിയിലൊക്കെ ആണെങ്കിൽ അടിപൊളി. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ടാറ്റാ.